നമസ്കാരം. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ എന്നും രണ്ടാം സ്ഥാനത്തായിരുന്നു നിൽക്കുന്നതെന്ന് തോന്നിപ്പിച്ചിട്ടുണ്ട്. നാം വികസിത രാജ്യമെന്നൊക്കെ പറയുമ്പോഴും വികസ്വര രാജ്യമെന്നൊക്കെ പറയുമ്പോഴും അവികസിതമായ ഒരു രാജ്യത്തിൽ നിന്നാണ് നമ്മൾ വികസ്വരമായത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളോടും നമ്മൾ ഭിക്ഷ യാചിക്കുമ്പോൾ സാങ്കേതികവിദ്യയും സഹായങ്ങളും ചോദിച്ചു. അമേരിക്ക എല്ലാവരോടും പറഞ്ഞു നമ്മളെ പ്രതിരോധിക്കാൻ. ബ്രിട്ടീഷുകാരാണെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഹിന്ദു മുസ്ലിമിൻ്റെ പേരിൽ തല്ലി തകർന്ന് തീർന്നുകൊള്ളും എന്ന് വിചാരിച്ചു. പക്ഷേ നെഹ്റുവിൻ്റെ ആ ചേരിചേരാ നയവും അന്നത്തെ കാലഘട്ടത്തിലെ ദീർഘവീക്ഷണവും സോവിയറ്റ് റഷ്യയെ കണ്ടുകൊണ്ടുള്ള പഞ്ചവത്സര പദ്ധതികളുമൊക്കെ ഒരുപാട് മുന്നോട്ട് പോയി. നമ്മൾ സുഭാഷിതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സംഭാവനകൾ അയച്ചു തരിക, നിങ്ങളുടെ നല്ല പരസ്യങ്ങൾ നൽകുക, നല്ല നിർദ്ദേശങ്ങൾ നൽകുക, പുതിയ വിഷയങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക. അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞങ്ങൾ ഏത് വിഷയങ്ങളാണ് എടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ അയച്ചു തരിക. അതുപോലെ എനിക്കൊരു വളരെ വിനയത്തോടെ ഒരു അഭ്യർത്ഥന, നിങ്ങളെല്ലാ വീഡിയോയും ഒന്ന് കാണണം. അങ്ങനെയാണ് ഞങ്ങളുടെ ചാനലിനെ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നത്. സോവിയറ്റ് റഷ്യ പഴയ കാലത്ത് സഹായിച്ചിരുന്നുവെങ്കിൽ ഇന്ന് റഷ്യ ഇപ്പോഴും ഉക്രൈനൊക്കെ പോയി പല രൂപത്തിൽ റഷ്യ ഭിന്നമായി, സോവിയറ്റ് റഷ്യ ഭിന്നമായെങ്കിലും റഷ്യ ഇന്നും എന്നും അത്താണിയായി തന്നെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ആ ഒരു നന്മയുണ്ട്. നമ്മൾ റഷ്യയിൽ നിന്നാണ് 24% മുതൽ 30% വരെ എണ്ണ ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്നത്. അതിന് അമേരിക്കയും കാരണക്കാരാണ്. റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടും കൂടെ തന്നെയാണ് നമ്മൾ ഇറക്കുമതി ചെയ്തത്. പക്ഷേ റഷ്യ നമ്മുടെ വലിയ ഒരു സുഹൃത്താണ്. അന്നും ഇന്നും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു സുഹൃത്താണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസിക്കാമെങ്കിലും ചില സമയത്ത് അവർ ഉഡായിപ്പ് കാണിച്ചോളയും. കാര്യം പാകിസ്ഥാനോടൊക്കെ ചേർന്ന് അവർക്ക് വേറെ ചില താല്പര്യങ്ങളുണ്ട്. അമേരിക്ക ഉഡായിപ്പുകൾ മാത്രമേ അമേരിക്കയ്ക്കുള്ളൂ. അമേരിക്കയുടെ ഏറ്റവും വലിയ ഉഡായിപ്പ് അവരുടെ രാജ്യം, സ്വന്തം കാര്യം, അവനവനിസം സിന്ദാബാദ്. വേറെ ഒന്നും അമേരിക്കയ്ക്കില്ല. അതിനെന്ത് ഹീനപ്രവർത്തനവും എന്ത് നീച പ്രവൃത്തിയും ലോകത്ത് എവിടെയും പോയി ചെയ്യുന്നതിന് അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. റെഡ് ഇന്ത്യൻസിനെ അടിച്ച് കളഞ്ഞിട്ടാണല്ലോ അമേരിക്ക എന്ന രാജ്യം പോലും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവർ അങ്ങനെ ഒരു ആൾക്കൂട്ടമാണ്. അവർ എന്തും ചെയ്യും. സാങ്കേതികവിദ്യ, യുദ്ധോപകരണങ്ങൾ, മരുന്ന്, തന്ത്രങ്ങൾ, പിന്നെ അതുപോലെ തന്നെ വേൾഡ് ബാങ്ക്, ADB, IMF എല്ലാ സൗകര്യങ്ങളും അവർ ഉപയോഗിച്ച് ലോകത്തെ കീഴടക്കാൻ നോക്കും. അതാണ് അവരുടെ ഒരു ലൈൻ. റഷ്യ അങ്ങനെയല്ല. പക്ഷേ ഇന്ത്യയിലേക്ക് വരാൻ നമുക്ക്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് വലിയ അവസരങ്ങളാണ് മുന്നിലുള്ളത്. പഴയ ഇന്ത്യ അല്ല. നമ്മളിപ്പോൾ ISROയുടെ കാര്യമെടുത്താൽ, അല്ലെങ്കിൽ റോക്കറ്റ് വിക്ഷേപണത്തിൻ്റെയും മിസൈൽ വിക്ഷേപണത്തിൻ്റെയും കാര്യമെടുത്താൽ ലോകത്തിലെ നമ്പർ 1 നമ്മൾ നിൽക്കുന്നത്. ഒന്നായിട്ട് അമേരിക്കയുണ്ട്, റഷ്യയുണ്ട്, പലരുണ്ടായാലും നമ്മളും ആ 1ൻ്റെ പട്ടികയിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് മേക്ക് ഇൻ ഇന്ത്യയൊക്കെ വന്നപ്പോൾ വലിയ തോതിലാണ് ഇന്ത്യ മിസൈലുകളൊക്കെ ഉണ്ടാക്കി. നമ്മുടെ ബ്രഹ്മോസും ഒക്കെ വളരെ വലിയ തോതിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ മാൻ പവർ, നമുക്ക് 140 കോടിയിൽ കൂടുതൽ ആളുകൾ മാൻ പവർ ഉണ്ട്, ടെക്നോളജി ഉണ്ട്, നല്ല രാഷ്ട്രീയ നേതൃത്വമുണ്ട്. ഞാൻ ഈ രാഷ്ട്രീയ നേതൃത്വം നമ്മൾ പാർട്ടിയല്ല പറയുന്നത്. വളരെ മിടുക്കരായിട്ടുള്ള IASകാരും IPSകാരും അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഭരണവ്യവസ്ഥയിലുള്ള മനോഹരമായൊരു ഭരണവ്യവസ്ഥ രാജ്യത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും 2047 ഒരു വികസിത ഭാരതമായി മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുന്നു. ഇതിൽ അന്താരാഷ്ട്ര തലത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. ഒന്ന്, നമുക്ക് G20 രാജ്യങ്ങളിൽ നമുക്ക് വലിയൊരു അപ്പർ ഹാൻഡ് കിട്ടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയിൽ നമുക്ക് നമ്മുടെ സ്ഥാനം നേടിയെടുക്കേണ്ടതുണ്ട്. മാത്രമല്ല അമേരിക്കയുടെ ഡോളർ അടക്കമുള്ള എല്ലാറ്റിനെയും കൈകാര്യം ചെയ്ത് ഇന്ത്യക്ക് ലോകത്തിലെ വലിയ ശക്തിയാകാനുള്ള സാധ്യതയുണ്ട്. അത് ഇവിടുത്തെ 4 വോട്ടിൻ്റെ പേരിലും 4 ചക്കട ചുക്കട പരിപാടികളുടെ പേരിൽ കളയാതെ രാജ്യം ഒന്നായി നിൽക്കണം. പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം ഒന്നായി നിന്നുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഭരണകൂടമായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ലോകം ഇന്ത്യയെ കാത്തിരിക്കുകയാണ്. 100-120 രാജ്യങ്ങളാണ് ഇന്ത്യയിൽ കോവിഡ് മരുന്ന് മേടിച്ചത്. അതുപോലെ തന്നെ 25 മുതൽ 40 രാജ്യങ്ങളാണ് ഇന്ത്യയുടെ ആയുധങ്ങൾ മേടിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സാധ്യത ഏത് രംഗമെടുത്താലും വളരെ വലുതാണ്. ഇനി വരാനിരിക്കുന്ന ലോകം ഇന്ത്യയുടേതാണ്. പക്ഷേ അത് മുതലാക്കാൻ ആലുങ്ക പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് പറയുന്നത് പോലെ കാര്യം വരുമ്പോൾ കളിക്കുന്ന രൂപത്തിലേക്ക് മാറാതെ ഗൗരവമായി നമുക്ക് മുന്നോട്ട് പോകാം. ഇന്ത്യയുടെ യുഗമാണിനി വരാനിരിക്കുന്നത്.